ഇന്നത്തെ വീഡിയോ നമുക്ക് മധുരം കഴിക്കണമെന്ന് വെച്ച് തുടങ്ങാല്ലേ. അപ്പോൾ ഒരു ദിവസം ആനക്കോട്ടയിലേക്ക് ഇറങ്ങിയതായിട്ടോ. നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ വരുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ആനക്കോട്ടയിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗുരുവായൂരമ്പലത്തിൽ പിന്നെ എപ്പോഴും അതെ, ഒന്നെങ്കിലും നേരത്തോടെ രാവിലെ വരും അല്ലെങ്കിൽ വൈകിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആനക്കോട്ടയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആനക്കോട്ടയിൽ പോകാമെന്ന് വെച്ചിട്ട് തന്നെ ഇറങ്ങിയതാട്ടോ. ഇവർക്ക് 2 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ കുറേ വീഡിയോകൾ അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ സ്വന്തം അടുത്ത് പറയുന്നത് നിങ്ങൾ എൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട്, അപ്പോൾ ഫോണിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നടക്കണം. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മൾ ബോളി എന്ന് പറഞ്ഞാൽ ഇതിലെ ബോളിയും പാലടാന്ന് പറഞ്ഞിട്ട് കണ്ട് റോഡ് സൈഡിലേട്ടാ. അപ്പൊ പിന്നെ അത് കഴിക്കാന്ന് വെച്ചിട്ട് ഇറങ്ങി. പാലട നമുക്ക് പിന്നെ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടുമല്ലോ, എല്ലാ ബേക്കറിയിലും എല്ലാം അവിടുത്തുണ്ട്. പക്ഷെ ബോളി അങ്ങനെ കിട്ടുന്ന സംഭവമല്ലല്ലോ. അപ്പൊ നമ്മൾ തൃശ്ശൂരുണ്ടെന്ന് ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ ചീരൊക്കെ ആയിട്ട് പോകുമ്പോൾ പറഞ്ഞോളോട്ടെ നമുക്ക് ബോളി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുതി കൂട്ടിയിട്ട് എന്താ പറയാ, അത് കഴിക്കാന്ന് വെച്ചിട്ട് പോയതൊന്നുമല്ല. റോഡ് സൈഡിൽ കണ്ടപ്പോൾ നേരെ വണ്ടി നിർത്തിയതാ. ഞാൻ റീലിലങ്ങനെ പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്, അല്ല റീൽസ് തന്നെ കണ്ടിരുന്നു. നമ്മൾ തൃശ്ശൂർ ഒരു ബോളിക്കട ഉണ്ട്. അപ്പോൾ പക്ഷേ അതിന് ഇട്ടിരിക്കുന്ന കമന്റ്സ് മുഴുവൻ എന്താ പറയാ, അവിടുത്തെ സർവീസ് മോശം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടുമില്ല. നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്തേക്കാനാ. ആയുവിന് പിന്നെ ആ ബോളി മാത്രം സെപ്പറേറ്റ് വേണമെന്നിട്ട് അങ്ങനെ ഒരു പീസ് വാങ്ങിയിരുന്നിട്ടാ. ബോളിയും പാലടയും കൂടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റിന് 60 രൂപയാട്ടാ. പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിന് 40 രൂപ. ഇവരൊക്കെ പാലട മാത്രമല്ല പരിപ്പ് പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ചേട്ടൻ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ടിന്നിന് 1/2 ലിറ്റർ ആണെന്നുണ്ട് 120-130 രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊന്നും മേടിക്കാൻ എന്തെങ്കിലും നമ്മൾ ഒരു ഗ്ലാസ്സൊക്കെ മേടിച്ച് കുടിച്ച് തൽക്കാലത്തേക്കുള്ള ആഗ്രഹങ്ങളൊക്കെ തീർത്തതിന് ശേഷം നേരെ നമ്മൾ ആനത്താവളത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആനകളുടെ കുറച്ചൊക്കെ പേരും അവിടെ ഒരു നമ്മുടെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടല്ല കസിൻ. അപ്പോൾ ആള് കുറച്ച് ആനകളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് പോയ സമയത്ത് കേട്ടോ. ഞാൻ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടാ. ഉണ്ണിനടുത്ത് ഫ്രണ്ടിൽ കയറി ടിക്കറ്റിന് എത്രയാണ് 10 രൂപ 20 രൂപയൊക്കെ അങ്ങനെ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഭയങ്കര കറുത്തൊരാനല്ലേ, നോക്കിയാൽ എന്തൊരു പ്രത്യേക കറുപ്പതിന്. പെണ്ണാനയാണ്. കൊമ്പില്ലാത്ത ആനകളൊക്കെ പെണ്ണാട്ടാരോ എവിടെ ഇല്ല. അതിന് പിന്നെ കൊമ്പല്ലാണ്ട് പിന്നെ എന്താ കാണാ എനിക്ക്. അങ്ങോട്ട് പോവാൻ പറ്റില്ല എന്ന്. എനിക്ക് ഈ ആനകളൊക്കെ ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എനിക്ക് എല്ലാ ആനകളെ കാണുമ്പോഴും ഒരേപോലെ തോന്നുന്നു, വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മുടെ ബ്രദർ പറഞ്ഞു തരുന്നുണ്ട്, പേരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഞാനിത് വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ല ഏതൊക്കെ ആനകളുടെ പേരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മ്യൂട്ടാക്കാണ്ട് കുറച്ചറിയാവുന്ന ആനകളുടെ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മ്യൂട്ടാക്കാണ്ട് തന്നെ കേട്ടോ കേട്ടോ. ഗോപി കൃഷ്ണൻ 38 ആന ടോട്ടല്. അപ്പൊ ഓരാനകളെ പേരും പറഞ്ഞു എനിക്ക്. എന്നാ പിന്നെ ഇത് അപ്പുറത്ത് നിക്കണതോ വിനായകൻ വിനായകൻ അല്ലേ, വിനായകൻ. ഇത് ബാലു സ്റ്റക്കായുള്ള ആള്. ഇത് ശങ്കരനാരായണൻ.
പോയി എടുത്തതല്ലേ ബാലു അല്ലേ ആയിരുന്നു ബാലുവിനെ എടുത്തു. അടുത്തത് പിള്ളേര് ഫേമസ് ആയിട്ടുള്ള ആന എന്താ പ്രശ്നം എന്താണ്? ഉയരക്കേമൻ. പിന്നെ എന്താ പേരെന്താ? ഗുരുവായൂർ രാജശേഖരൻ ഒറ്റക്കൊമ്പൻ. എന്റെ കൊമ്പ് എങ്ങനെയാ പോയപ്പോ? അത് പണ്ട് പോയതാ. ഇപ്പൊ ഫൈബർ കൊമ്പ് ഘടിപ്പിച്ചിട്ടുള്ള ഉത്സവങ്ങൾക്ക് പോകണം. യൂട്യൂബില് നിറഞ്ഞു നിൽക്കണ ഏറ്റവും കൂടുതൽ ഫാൻസുകളുണ്ട്. രാജശേഖരൻ. ദേവദാസ്. ഇതിന്റെ പ്രത്യേകത എന്നിട്ടോ ഉണ്ടപ്പക്രു. പുറങ്ങനെ കൂന് പോലെ അല്ലേ? ഉണ്ടപ്പക്രു. ഓക്കെ. അനന്തനാരായണൻ. അതിന്റെ ബാക്കിൽ നിക്കണതോ വലിയ വിഷ്ണു. ആ നിക്കണതാട്ടോ ബാക്ക് കാണുന്നത് വലിയ വിഷ്ണു. ഇത് ഗുരുവായൂർ നന്ദൻ. ഇത് ലക്ഷ്മി നാരായണൻ. നമ്മൾ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ആനയാട്ടോ. രാധാകൃഷ്ണൻ. കാർന്നവര് അതായത് രാധാകൃഷ്ണൻ. പിന്നെന്താണ്? എത്ര വയസ്സുണ്ടാവും? 76 വയസ്സോ? അപ്പുറത്ത് നിക്കണതിന് അല്ല അതിനും പ്രായമുള്ളതാ? താഴെ അതിനാ ഭാരം കൂടുതല്. അതിനേക്കാളും തട്ടിയുള്ള ആനകള് വേറെ ഉണ്ടല്ലോ. അല്ല ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവിടെ തടിയുള്ള പാറമേക്കോല് തിടമ്പെടുക്കണ ആനയാണോ അത്? അങ്ങോട്ട് പോവല്ലേ? ഇങ്ങോട്ട് വാ ഒക്കെ പറയുക. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആനക്കൊക്കെ സുഖചികിത്സയൊക്കെ നടത്തുമല്ലോ. അപ്പൊ നടത്തുന്ന ആനയൂട്ടില്ലേ, അപ്പൊ അതൊക്കെ നടത്തുന്ന സ്ഥലമാട്ടോ. പിന്നെ അങ്ങനെ കെട്ടിയിട്ടുള്ള അങ്ങനെ ഒരു കൂട് പോലെ ഉണ്ടാ. അപ്പൊ ഫസ്റ്റ് തന്നെ കൊണ്ടുവരുന്ന ആനകൾക്ക് നമ്മൾ മെരിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലം എന്നൊക്കെ കേട്ടോ അവിടെ പറയണ കേട്ടത്. ഇത് നമ്മുടെ ആനപ്പട്ടയാട്ടോ ഈ കിടക്കുന്നത് മുഴുവൻ. ഈ ഫസ്റ്റ് നിൽക്കുന്ന ആള് ഗജേന്ദ്രൻ. ആക്കല നിൽക്കുന്ന ആള് ഇന്ദ്രസൻ എന്നാട്ടാ പറഞ്ഞത്. അപ്പൊ ഇന്ദ്രസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എന്താ പറയാ റീൽസ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളെന്നാണ് പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞെന്താ കേട്ടോ. അപ്പൊ എനിക്കിതിനെ കുറിച്ച് ഞാൻ ആനകളൊന്നും സെർച്ച് ചെയ്യാത്ത കാരണം കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ മായജാലക്കാരനാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആനയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇന്ദ്രസൻ എന്ന് പറഞ്ഞ ആനേനെ. ഈ നിൽക്കണ ആന വിഷ്ണു എന്ന പേര് പറഞ്ഞേട്ടാ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ ആനകൾ പുറത്തുണ്ടായിരുന്ന ആനകൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. നമുക്ക് നോയൽറ്റേന്ന് സെക്യൂരിറ്റി പറഞ്ഞ് അവിടേക്ക് കടത്തി വിടണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ആർക്കും അവിടെ പോകാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നടന്നതിന് ശേഷം ഇതേ ഇറങ്ങി ഒരു ഐസ്ക്രീം. പിന്നെ ഇന്ന് ആനക്കോട്ടെ പോയാലും നമ്മൾ പോരണ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോരുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞിപ്പെണ്ണും എല്ലാവരും കുഞ്ഞിപ്പെണ്ണിനേക്കാളും മക്കളെക്കാളും ഇഷ്ടം അച്ഛനാട്ടോ. അച്ഛനാണ് ആദ്യം പോയി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചാവക്കാട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചേരുന്ന സമയം ശരിയായില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു പോയ നേരത്തെ. അതൊക്കെ മുട്ടകളല്ലേ, അത് ഞാൻ പുറത്തിറങ്ങി അധികം നേരം നടക്കാനും പറ്റില്ല. ക്യാപ്പ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ക്യാപ്പ് മേടിച്ചാലും നമുക്ക് ആ ഒരു ചൂട്ടത്തിൽ നടക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അവിടുത്തെ ഏതോ ഷോപ്പിൽ ചേട്ടൻ പറയുന്നുണ്ട് ഇന്ന് ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിള്ളേരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പട്ടം കണ്ട കാരണം ഇവർ ഇരിപ്പരങ്ങ് ഉണ്ടായിരുന്നില്ല എൻ്റെ മക്കൾക്ക്. അപ്പോൾ 50 രൂപ കേട്ടോ ഒരു പട്ടത്തിന്. അപ്പോൾ കുറേ നേരം അവർക്ക് അവിടെ നല്ല കാറ്റിലൊക്കെ കുറേ നേരം അവർ പറത്തി നടന്നൊക്കെ ചെയ്ത് അതിന് ശേഷം ഞാൻ പോന്നിട്ട് അധികം നേരം നിന്നില്ല. കാരണം വെയിലുള്ള കാരണം ഒരു മോളും
ഇങ്ങനെ എന്താ പറയുക വാശി പിടിച്ചു തുടങ്ങി ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ചായയും ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലില്ലല്ലോ. അപ്പോൾ അതും മേടിച്ച് കഴിച്ച്. അപ്പോൾ ഞാൻ വിചാരിക്കട്ടെ നമ്മളെ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ തന്നെ എന്തോരം സ്ഥലങ്ങളാണ് കാണാനായിട്ടുള്ളതെന്ന്. നമ്മൾ എന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടേക്കെങ്കിലുമൊക്കെ പോവാട്ടോ. കൂടുതൽ ഈ ബീച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ വെച്ചാൽ പോലും ഞങ്ങൾക്ക് ബഹ്റൈനിലുള്ള സമയത്തൊന്നും ഒരു ദിവസം വെള്ളിയാഴ്ച ഇറങ്ങുമ്പോൾ എങ്ങിട്ട് പോകണം എന്ന് ആലോചിച്ചിരിക്കും. ഒന്നുമില്ല സ്ഥലം കാണാനായിട്ട്. ആ നേരം നമ്മളെ നാടാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം സ്ഥലങ്ങളല്ലേ കാണാനായിട്ടുള്ളത്. ഒരു ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ കാണാനുള്ളതുണ്ടാവും കേട്ടോ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചാവക്കാട് ആദ്യം വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയണ്ട, നമുക്ക് കാണണം എന്ന് ആഗ്രഹമാണ്. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങളെന്ന് പറയാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാണ്ട്. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. എന്താണ് കുട്ടിക്ക് കൊടുക്കാൻ